എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപോലെ തന്നെ ഇഷ്ടമാകുന്ന നല്ലൊരു ചായപ്പലഹാരമാണ്. ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് നല്ല എളുപ്പമാണ്. അതുപോലെ ആദ്യമായിട്ട് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുന്ന ആൾക്കാർക്ക് വരെ ഈസി ആയിട്ട് ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള നല്ല ക്രിസ്പി 4 മണി പലഹാരം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. ഇനി നമുക്ക് 4 മണി പലഹാരം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് ചേർക്കാം. പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പഞ്ചസാര പൊടിച്ചു കഴിഞ്ഞാൽ ഈ പാത്രത്തിലേക്ക് മാറ്റാം. പഞ്ചസാര പൊടിച്ച് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 4 കോഴിമുട്ട ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5-6 ഏലക്ക, ഞാനിവിടെ ചെറിയ ഏലക്കയായിട്ടുള്ളത് കൊണ്ടാണ് 5-6 എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കൈവശം വലിപ്പമുള്ള ഏലക്കയാണെങ്കിൽ ഒരു 4 എടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഈ ഏലക്ക ഈ ഒരു ജാറിലേക്ക് മാറ്റി നല്ലതുപോലെ ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. മുട്ടയും ഏലക്കയും കൂടെ ചേർത്ത് ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഞ്ചസാരയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് ഒരു നുള്ളു ഉപ്പാണ്. ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ ഒരു 1/4 കപ്പോളം റവ ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. റവയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു യെല്ലോ കളറ് നമുക്കിതിന് കിട്ടുന്നതാണ്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ കൂടെ തന്നെ കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു കളറാണ് ഇതിന് കിട്ടുക. എല്ലാം കൂട്ടി ചേർത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിലാണ് മൈദപ്പൊടി ചേർക്കുന്നത്. ഇതെല്ലാം കൂട്ടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് ചപ്പാത്തിയുടെ അയവിനായിട്ട് ഒന്ന് കുഴച്ചെടുക്കേണ്ടതാണ്. നമ്മൾ കുഴച്ച് വരുമ്പോഴേക്ക് ലൂസായി വരുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് പൊടി ചേർത്ത് കൊടുക്കണം. മാവിപ്പോൾ അല്പം ലൂസായിട്ടാണ് ഉള്ളത്. നമുക്ക് കുറച്ചുകൂടെ മൈദപ്പൊടി ചേർക്കാം. 1/2 കപ്പ് അളവിൽ കൂടെ മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ കുഴച്ചെടുക്കാം. ഇപ്പോഴും അല്പം ലൂസായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് കുറച്ചുകൂടെ പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 2 കപ്പ് അളവിലാണ് മൈദപ്പൊടി ചേർത്തിട്ടുള്ളത്. ഇനി ഒന്നും കൂടെ നമുക്കിതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നും കൂടെ കുഴച്ചെടുക്കാം. ഇപ്പോൾ ഒരു കറക്റ്റ് പാകത്തിലേക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് നല്ല മയത്തിൽ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഒരു മാസക്കാലത്തേക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മാവ് ഇതുപോലെ ഞാനിവിടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് ഇതുപോലെ അയഞ്ഞ പരുവത്തിൽ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മാവ് ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. കാരണം നമ്മളിതിലേക്ക് റവയെല്ലാം ചേർത്തിട്ടുള്ളത് കൊണ്ട് ആ റവ ഒന്ന് കുതിർന്ന് വരാനായിട്ട് ഒരു 10-15 മിനിറ്റ് സമയം എടുക്കും. ഇനി നമുക്ക് ഈ മാവ് ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി മാറ്റിവെക്കാം. മാവ് മൂടി വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ മാവിന്റെ മേലെയായിട്ട് കുറച്ചുകൂടെ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. നമുക്ക് ഈ മാവ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുവാണ്. അങ്ങനെ 1/2 മണിക്കൂറിന് ശേഷം മൂടി വെച്ചിട്ടുള്ള ഈ ഒരു മാവ് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് ഒന്നും കൂടെ ഡ്രൈ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇതിലേക്ക് റവയെല്ലാം ചേർത്തിട്ടുള്ളത് കൊണ്ട് കുറച്ചുകൂടെ കട്ടിയിലാണ് നമുക്ക് ഈ മാവ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മാവിൽ നിന്നും 2 ഭാഗമായിട്ട് ഒന്ന് ഭാഗിച്ചെടുക്കാം. ഒന്നും കൂടെ കൈകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് വലിച്ചു നീട്ടിയതിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലെ 4 ഭാഗമായിട്ട് ഈ ഒരു മാവിനെ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ കൈ ഉപയോഗിച്ച് ഒന്ന് നീളത്തിൽ തന്നെ കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് മുറിച്ച് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് കുറേശ്ശെ മാവ് ഇതുപോലെ ഒന്ന് കയ്യിലിട്ട് ഉരുട്ടിയും എടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിലേക്ക് കട്ട് ചെയ്ത് കിടക്കുമ്പോൾ വെട്ട് കേക്കിന്റെ ആ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ഞാൻ ഈ മാവ് ഇതുപോലെ കയ്യിൽ വെച്ച് ഒന്ന് വലിച്ചു നീട്ടുന്നുണ്ട്. നല്ലപോലെ നീളത്തിൽ തന്നെ നമുക്ക് വലിച്ചു നീട്ടിയതിന് ശേഷം ഇതുപോലെ കൈകൊണ്ട് കുറേശ്ശെ നുള്ളി നമുക്ക് എണ്ണയിലേക്ക് പൊരിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കുറേശ്ശെ മാവ് ഒന്ന് പിച്ചി ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു അയൺ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് പൊരിച്ചെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള മാവിൽ നിന്നും കുറേശ്ശെ നമുക്കൊന്ന് കയ്യിലിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊരിച്ചെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ തന്നെ കൈകൊണ്ട് തന്നെ ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഓരോ ബോളും ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഉരുട്ടി വെക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം. ആദ്യം എണ്ണയിലേക്ക് പൊരിക്കാൻ ഇട്ടിട്ടുള്ളത്
ഒന്ന് മുരിഞ്ഞു വരട്ടെ. എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതുപോലെ ഒന്ന് മറിച്ചുകൂടെ ഇട്ട് കൊടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് തന്നെ പൊങ്ങി വീർത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് തന്നെ നമുക്കൊന്ന് മുരിയിച്ചെടുക്കാം. ഇങ്ങനെ വീർപ്പായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. നല്ലോണം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കിത് ഒന്ന് മുരിയിച്ചെടുക്കാം. നമ്മൾ എണ്ണയിലേക്ക് വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇനി എണ്ണയിൽ നിന്ന് കോരി എടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാലോ, നല്ല പോലെ പൊട്ടി വീർത്ത് നിൽക്കുന്ന ഒരു പരുവത്തിനാണ് ആയി വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പലഹാരത്തിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ കളർ ചേഞ്ച് ആയി വരുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ഫുൾ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ മുരിഞ്ഞ് കിട്ടാനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം നല്ലതുപോലെ മുരിവായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ ആദ്യ പലഹാരം ഇവിടെ നല്ല പോലെ തന്നെ മുരിയിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്തത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നല്ലൊരു സ്നാക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാനും സാധിക്കും. ഉണ്ടാക്കി കുപ്പികളിലൊക്കെ അടച്ച് സൂക്ഷിക്കുവാണെങ്കിൽ കഴിക്കാൻ തോന്നുന്ന സമയത്തൊക്കെ ഇതുപോലെ എളുപ്പത്തിൽ തന്നെ എടുത്ത് കഴിക്കാനും സാധിക്കുന്നതാണ്. അങ്ങനെ രണ്ടാമത്തെ സ്നാക്കും നല്ലതുപോലെ മുരിവായി വന്നിട്ടുണ്ട്. ഇതും നമുക്ക് ഇപ്പോൾ എത്ര എളുപ്പത്തിലാണ് കൂട്ടുകാരെ നല്ലൊരു ചായ പലഹാരം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്, അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പവുമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി വെക്കാം. നമ്മുടെ ചായ പലഹാരം മുഴുവനും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കുറഞ്ഞ അളവിൽ ചേരുവകൾ മാത്രം മതിയാകും. നല്ല ടേസ്റ്റിയും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ചൂട് ചായയുടെ ഒപ്പമൊക്കെ കൊടുക്കാനും വളരെ തന്നെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും വീടുകൾ തയ്യാറാക്കി വെക്കുക. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പലഹാരത്തിന്റെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.